ഞാൻ ഡോക്ടർ ജോസഫ് ജോൺ കെ ICAR NBPGR പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഞാൻ എൻ്റെ സ്പെസിഫിക് ഫീൽഡ് എന്ന് പറയുന്നത് കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. അതായത് നമ്മളുടെ കൃഷി ചെയ്യുന്ന വിളകളുടെ നാടൻ ഇനങ്ങളും കാട്ടിനങ്ങളും കാട്ടുജാതികളും സംരക്ഷിക്കുക എന്നുള്ളതാണ്. നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ ആളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്തിനാണ് ഈ കാട്ടിനങ്ങളും അത്ര പ്രസക്തിയില്ലാത്ത പഴയ നാടൻ ഇനങ്ങളും സംരക്ഷിക്കുന്നത്? നല്ല അടിപൊളി വെറൈറ്റീസ് നമുക്ക് അല്ലാതെ തന്നെ കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ നാടൻ ഇനങ്ങൾക്ക് ചില പ്രത്യേക ട്രെയ്റ്റുകളുണ്ട്, ഗുണങ്ങളുണ്ട്. അത് നമ്മളുടെ ഇമ്പ്രൂവ്ഡ് വെറൈറ്റിയിലേക്ക് പലതിലും കയറിയിട്ടില്ല. അപ്പം പ്രകൃതിയിൽ നമ്മൾ ഡാർവിൻ്റെ എവല്യൂഷൻ പറയുന്ന പരിണാമ സിദ്ധാന്തം അനുസരിച്ച് നമ്മളുടെ ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടിയ പുതിയ വെറൈറ്റികൾ, നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുരൂപമായ വെറൈറ്റികൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളുടെ ഈ നാടൻ ഇനങ്ങളും പഴയ കാട്ടിലെ ജാതികളും നമുക്ക് കൂടിയേ തീരുള്ളൂ. അതിന് പക്ഷേ ഇപ്പം അത്ര പ്രസക്തിയില്ല. അത് ഓൾമോസ്റ്റ് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ കൃഷിയിടങ്ങളിൽ എവിടെയൊക്കെ നമുക്ക് ഫാമിൻ്റെ ബോർഡറിലോ എവിടെയൊക്കെ നമുക്ക് സ്ഥലമുണ്ടോ, എവിടെയൊക്കെ ചുറ്റുപാടുകളൊക്കെ, അവിടെയൊക്കെ നമ്മൾ ഈ നാടൻ ഇനങ്ങൾ നട്ടു വളർത്തി സംരക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മാത്രമേ ഈ പരിണാമം തുടർന്നും പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ കൊറോണയൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ലെസണാണ്. കാരണം നേരത്തെ ഇല്ലാത്ത ഒരു അസുഖമായിരുന്നു മനുഷ്യർക്ക് വന്നത്. അതുപോലെ നമ്മളുടെ ഏത് വിളകൾക്കും ഏത് സമയത്തും വരാം. അങ്ങനത്തെ ഒരു ക്ലാസിക്കൽ 6-7 എക്സാമ്പിൾസ് ഉണ്ട്. അതായത് കോടികളുടെ ബിസിനസ്, കൃഷി ഇൻഡസ്ട്രിയിലെ ബിസിനസ് വന്ന അനുഭവങ്ങളാണ്. അതായത് നമ്മുടെ നെല്ലിലൊരു ഗ്രാസി സ്റ്റണ്ട് വൈറസ് എന്നും പറഞ്ഞൊരു രോഗം ഉണ്ടായിരുന്നു. വലിയ നഷ്ടം വന്നതാണ് ബംഗാൾ ഫാമിൻ്റെ ഒക്കെ കാലത്ത്. നമ്മുടെ ഉത്തർപ്രദേശിൽ നിന്ന് കണ്ടെടുത്ത ഒറൈസ നിവാര എന്ന് പറയുന്ന ഒരു വൈൽഡ് റൈസിലെ ഒരു ജീന് അതിനകത്ത് ബ്രീഡ് ചെയ്ത് കയറ്റിയിട്ടാണ് നമ്മളെ നെല്ലിനെ രക്ഷപ്പെടുത്തി എടുത്തത്. അപ്പം നമുക്ക് ആ രോഗത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം ഈ കൊറോണയുടെ വാക്സിൻ തന്നതുപോലെ തന്നെ. അതുപോലെ തന്നെ നമ്മളിപ്പം കാണുന്ന തക്കാളിയും, പണ്ട് കാലത്തെ തക്കാളി ഇതുപോലെ സൂക്ഷിപ്പുകാരോ കളറോ വലിപ്പമോ ഒന്നും ഉള്ളതല്ലായിരുന്നു. ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള തക്കാളിയായിരുന്നു. അപ്പോൾ തക്കാളിയുടെ വന്യബന്ധുക്കളായിട്ടുള്ള കുറേ ഇനങ്ങളിൽ നിന്ന് ക്രോസ് ചെയ്ത് ജീൻ കയറ്റിയാണ് ഇപ്പോഴത്തെ ഇതുപോലെ തൊടുകൊടുത്തിരിക്കുന്ന ആപ്പിൾ പോലെയുള്ള തക്കാളി ഉണ്ടാക്കിയത്. അതുപോലെ കരിമ്പ്, പണ്ട് കാലത്ത് കരിമ്പ് ഷുഗർ ഇതുപോലെ ഇല്ലായിരുന്നു. ഇത്ര ഭയങ്കരമായി റെഡ് റോട്ട് എന്ന് പറയുന്ന ഒരു അസുഖം വരുമായിരുന്നു. അതിൽ ഇതുപോലെ തന്നെ കരിമ്പിന്റെ വന്യ ഇനങ്ങളുടെ ജീന് ക്രോസ് ചെയ്ത് കയറ്റിയാണ്. എല്ലാം സെലക്ടഡ് ബ്രീഡ്സും മോഡിഫൈഡ് ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് ഒരു വലിയൊരു ഇൻഹിബിഷൻ, ഒരു പേടിയാണ്. അർത്ഥത്തിലുള്ള ഇൻഹിബിഷൻ മോഡിഫൈഡ് അല്ല. ഈ ബാക്ടീരിയ ഇതോടിയല്ല അല്ല. അതായത് ഈ പ്രകൃതിയിൽ സാധാരണ വിധത്തിൽ തന്നെ, പക്ഷെ അസിസ്റ്റഡ്. പ്രകൃതിയിൽ സാധാരണഗതിയിൽ അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള പൂമ്പൊടി കയറി കഴിഞ്ഞാൽ വരും. അപ്പൊ ഇവിടെ നടക്കാത്തപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ പേരൻസിനെ തെരഞ്ഞെടുത്ത് അതിനെ നാച്ചുറൽ അല്ല ഹാൻഡ് പോളിനേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്തു ഏതാണ് പേരന്റ് വേണ്ടതെന്ന്. അപ്പൊ ഈ റെസിസ്റ്റന്റ് ജീനുള്ള ഒരു വൈൽഡ് ചെടിയിൽ നിന്നും അതിന്റെ അടുത്ത ബന്ധുവാണ്, അതിന്റെ പോളൻ ഇതിലേക്ക് കയറ്റി പിന്നെ ഓവർ ഒരു 12 വർഷം മിനിമം അതിനെ ഫർദർ ബൈക്രോസ് ചെയ്ത്, അതായത് ഈ പേരന്റിലേക്ക് തുടർന്നും ക്രോസ് ചെയ്താണ് അതിന് ആ മാതൃചെടിയുടെ ഏതാണ്ട് എല്ലാ 99% ഗുണങ്ങളും ഉണ്ട്. പ്ലസ് ഈ ഒരു പ്രത്യേക സ്വഭാവം ഈ വൈൽഡ് ഇനത്തിൽ നിന്ന് ഇതിലേക്ക് സന്നിവേശിപ്പിച്ചു. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന പല വെറൈറ്റികളും നമുക്ക് ശരീരത്തിന് ഹാനികരം എന്നൊക്കെ പൊതുധാരണ. അങ്ങനെ ഇതിലൊന്നും ഇത് പലതും ഏത് വിളകളുടെയും വന്യബന്ധുവിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് കയറ്റുന്നത്. വന്യബന്ധു എന്ന് പറഞ്ഞാൽ പല കേസിലും നമുക്ക് എഡിബിൾ ആണ്, കറി വെക്കാം. അപ്പൊ നമ്മുടെ വഴുതനയുടെ ബന്ധുക്കളാണ് ചുണ്ട അതുപോലെയുള്ളതെല്ലാം. അതൊക്കെ പല സ്ഥലങ്ങളിലും കറി വെക്കുന്നതാണ്. മനസ്സിലായി? അത്ര അക്സെപ്റ്റബിൾ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന നമ്മൾ ഈ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മാമ്പഴങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഇതുപോലത്തെ മെത്തേഡ്സിൽ ഡെവലപ്പ് ചെയ്ത മാമ്പഴങ്ങളാണല്ലോ പലത്. ചിലത് സെലക്റ്റീവ് ആയിട്ടാണെങ്കിൽ ചിലത് നാച്ചുറൽ ആയിട്ട്. അപ്പോൾ ഈ ഇത്രയും സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി വരുന്നുണ്ടോ നമ്മുടെ പഴയ വൈൽഡ് ആയിട്ടുള്ള
ഫ്രൂട്ടുകൾക്ക്? മാമ്പഴങ്ങളുടെ കാര്യത്തിൽ അത്രമാത്രം ഒന്നും ഇമ്പ്രൂവ്മെന്റ് നടന്നിട്ടില്ല. കാരണം മാവ് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നൊരു പെരനിയലാണ്, ഒത്തിരി വർഷങ്ങൾ എടുക്കും ഫ്രൂട്ട് ചെയ്യാൻ, ഒത്തിരി സ്ഥലം വേണം. പിന്നെ നമ്മൾ ഒരു മാവില് പൂമ്പൊടി ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 99% പൂക്കളും പൊഴിഞ്ഞു വീഴും. ഈ വേറെ ഒരു പൂമ്പൊടി നമ്മൾ അത് ഹാൻഡിൽ ചെയ്തു. മാമ്പഴത്തില് ഈ എളുപ്പമുള്ള ഒരു പണിയല്ല. ഇത്രയും വർഷമായിട്ട് ഏതാണ്ട് 15 വെറൈറ്റികളെ ഈ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും കൂടി ശ്രമിച്ചിട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും വർഷം മല്ലിക, അമ്മറപാളിയൊക്കെ. ബാക്കി എല്ലാ വെറൈറ്റിയും ഈ മൾഗോവ, നീലം, നീലാതി ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ചാൻസ് സുപ്പീരിയർ സീഡ്ലിങ്സ് ആണ്. പ്രകൃതിയിൽ തന്നെ പരപരാഗണം കൊണ്ടുണ്ടായത് ഒരു കർഷകൻ അല്ലെ ഒരു വ്യക്തി കൊള്ളാവുന്ന കണ്ടു, പിന്നെ അത് ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്ത് അങ്ങനെ കൊണ്ടുപോയതാണ്. മാവില് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു പുതിയ വെറൈറ്റി എടുക്കാൻ. പ്ലാവിലും അതുപോലെ തന്നെ. നമ്മുടെ പുരയിടങ്ങളിലുള്ളതിൽ ഏറ്റവും നല്ലതിനെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിനെ നമ്മൾ ഒട്ടിക്കൽ വഴി. അപ്പൊ അത്രയും ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് മാത്രമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ പുറത്തിറക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് മല്ലിക പോലെയുള്ള അത്രയും ഹൈ ക്വാളിറ്റി, അത്രയും എല്ലാ പാരാമീറ്റേഴ്സും മാച്ച് ആവുന്ന പ്രൊഡക്ഷൻ മാർക്കറ്റിൽ ഇറക്കുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ കഥ പറഞ്ഞിട്ടൊന്നും ഇറക്കൂല. അങ്ങനെ ഇറക്കിയാൽ അതിന് കൊമേഴ്ഷ്യൽ ഒരു ലാർജ് സ്കെയിലിൽ വലിയ ഏരിയയിൽ പ്ലാന്റ് ചെയ്യാനും അത് വിറ്റ് കർഷകന് ഒരു ലാഭം ഉണ്ടാക്കാനുമാണല്ലോ അവർ ശ്രമിക്കുന്നത്. അങ്ങനെ പല പാരാമീറ്റേഴ്സ് അതെല്ലാം ഒരു കൃത്യമായി അനലൈസ് ചെയ്ത് ഈവൻ കൺസ്യൂമർ അപ്പീൽ, ക്വാളിറ്റി, ടേസ്റ്റ്, ഷെൽഫ് ലൈഫ് ഇങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് പുതിയ വെറൈറ്റികൾ. അപ്പൊ ഈ മാർക്കറ്റിലേക്ക് ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഈ ഒരു അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ബൂം ചെയ്തല്ലോ. അപ്പൊ നമ്മളിപ്പോ കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള പുതിയ പേരുകളും പുതിയ പ്രൊഡക്ട്സും പുതിയ വെറൈറ്റി മാമ്പഴങ്ങളൊക്കെ ചാടി കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോ പലതും പലരുടെയും വീട്ടിലൊക്കെ ഉണ്ടായതായിരിക്കും, ഓരോ പേരിട്ട് അങ്ങോട്ട് ഇറക്കുക തന്നെയാണ്. ഇതൊക്കെ വെക്കുന്നത് ബുദ്ധിയാണോ? മാവുകള് ശരിക്കും പറയാണ് അതാണ് നമ്മളുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാവുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ തനതായ മാവുകളാണ്. മൂവാണ്ടൻ, വട്ടൻ, ഒളോറ്, അല്ലെങ്കിൽ കൊളമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ മാവുകളുണ്ട്. മാവ് ബേസിക്കലി 2 തരമുണ്ട്: പോളി എംബ്രിയോണിക്, മോണോ എംബ്രിയോണിക്. ഏകപൂണികളും ബഹുപൂണികളും. ഈ അധികം ഹ്യൂമിഡിറ്റിയുള്ള, നനവ്, മോയിസ്ചറുള്ള, മഴ കൂടുതലുള്ള പ്രദേശങ്ങളിൽ, കേരളത്തിന്റെ പോലെയുള്ള കോസ്റ്റൽ ഏരിയ, ബ്രസീൽ, ഇന്തോനേഷ്യ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെ മാവുകളെല്ലാം ബഹുഭ്രൂണികളായിരിക്കും. മാങ്ങാണ്ടി ഇട്ട് കിളിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂസെല്ലസ് എന്ന് പറയുന്ന ടിഷ്യൂവിൽ നിന്നും കിളുത്തു വരുന്ന മാവ് എല്ലാം അമ്മച്ചെടിയുടെ കോശങ്ങളിൽ നിന്ന് വരുന്നതാണ്. അമ്മച്ചെടിയുടെ അതേ ഗുണം തന്നെ കാണിക്കും. ഒരു മൂവാണ്ടം നട്ടാൽ നമുക്കൊരു മൂവാണ്ടം തന്നെ കിട്ടും. അല്ല വട്ടൻ അല്ലെ കോമാവ് നട്ടാൽ അത് തന്നെ കിട്ടും. കിളിച്ചുണ്ടൻ നട്ടാൽ അത് തന്നെ കിട്ടും. പ്രിയൂരെന്ന് പറയുന്ന ഒരു മാവുണ്ട്. അതും ഈ അടുത്ത കഴിഞ്ഞ ഒരു 150-100 വർഷത്തിന് ഉള്ളിൽ വന്ന മാവാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫേം ഫ്ലഷ് ആണ്, കൃത്യമായി മുറിച്ചെടുക്കുക, അലുവ മുറിക്കുന്ന പോലെ എല്ലാം ഉണ്ട്. കുറച്ച് ഫ്രൂട്ട്ഫുള്ളേ ഉള്ളൂ. പക്ഷെ അതൊരു ഇംപ്രൂവ്ഡ് മാവെന്ന് പറയാൻ പറ്റുകയില്ല, ഒരു സെലക്ഷൻ ആണ്. അതുപോലെ വന്ന സെലക്ഷനുകളാണ് നമ്മുടെ നീലവും മൾഗോവയും എല്ലാം വന്നേക്കുന്നത്. പക്ഷെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്, കാരണം ഇതുപോലെ മഴ പെയ്യുന്ന സ്ഥലമായതുകൊണ്ട് മുതലമട ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒട്ടുമാവുകൾ അത്രമാത്രം കൊമേഴ്ഷ്യലി വയബിളേ അല്ല. നമ്മുടെ താല്പര്യത്തിന് 1-2 കൊല്ലം, ചില വർഷങ്ങളിൽ കാലാവസ്ഥ ഒത്തിണങ്ങി വരുമ്പോൾ നന്നായി കായ്ക്കും. നീലവും മൾഗോവയും അതുപോലെയുള്ളതൊക്കെ കാലാവസ്ഥ. പക്ഷേ വടക്കേ ഇന്ത്യക്കോ കോയമ്പത്തൂരിനപ്പുറമുള്ള ഒരു കാലാവസ്ഥയാണ് മാവിനെ കായ്ക്കാൻ ഏറ്റവും നല്ല അവസ്ഥ. മാവുകൾക്ക് പൊതുവെ ഡ്രൈ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണോ ഇഷ്ടം? മാവ് കാലാവസ്ഥയാണോ വെച്ചാൽ മാവുകൾക്ക് 2 ഉണ്ട്. ഒന്ന് അതിന്റെ വെജിറ്റേറ്റീവ് ഫേസ്, ഇലയും തഴപ്പും ഉള്ളത്. അത് ഒരു വർഷം ഇലയായിട്ടും തഴച്ചും പോയി കഴിഞ്ഞാൽ പിന്നെ പൂ വരികയില്ല. ഇവിടെ കൂടുതൽ മഴയുള്ളതുകൊണ്ട് നമ്മളുടെ ഇവിടെ ഇത് ഇലയായിട്ട് വളർന്നങ്ങ് വെജിറ്റേറ്റീവ്ലി ഗ്രോത്ത് ജൈജാന്റിക് ആയിട്ട് പോകും. നേരെ മറിച്ച് കോയമ്പത്തൂരിനപ്പുറമുള്ള ഡ്രൈ എയറി ട്രാക്റ്റില്, ലക്നൌവിലും ഈവൻ പാകിസ്ഥാനിലും ഒക്കെയുള്ള വെച്ചാൽ അവർക്ക് നമ്മുടെ പോലെ ഒരു മഴക്കാലമില്ല. അവർ അത്യാവശ്യം ഇറിഗേറ്റ് ചെയ്യും. അപ്പോൾ അവിടെയാണ് ഈ മോണോ എംബ്രിയോണിക്, ഈ നമ്മുടെ നെയിംഡ് ആയിട്ടുള്ള കൃത്യമായിട്ട് നമുക്ക് അലുവ മുറിച്ചെടുക്കുന്ന പോലെ മുറിച്ചെടുക്കാവുന്ന ഈ മാവുകൾക്കൊക്കെ ഏറ്റവും പറ്റിയ കാലാവസ്ഥ. ഈ മാവുകളുടെ കാര്യത്തിൽ നമ്മൾ നോർത്ത് ഇന്ത്യക്കാരോടൊന്നും അനുസരിച്ചിട്ട് കാര്യമില്ല. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ അവരുടെ ഇംപ്രൂവ്ഡ് മാവുകൾക്ക് നമുക്ക് നമ്മളുടേതായ കാലാവസ്ഥയ്ക്ക് അഡോപ്റ്റബിൾ ആയിട്ടുള്ള കാലാവസ്ഥയ്ക്കുള്ള മാവുകൾ നമുക്ക് വേണം. നമ്മളുടെ നല്ല മാങ്ങാണ് കൊളമ്പ്. ദശേരിയോട് കമ്പയറബിൾ ആണ്. നോർത്ത് ഇന്ത്യയുടെ ദശേരി പോലെ തന്നെ ഉണ്ട്. അതേ രൂപഭാവങ്ങളുള്ള ഒരു മാവാണ്. അതേ രൂപഭാവങ്ങളൊക്കെ ഇല്ല, ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. നല്ല മാവാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള നാടൻ മാവുകൾക്ക് ഈ ചുണക്കുത്ത് കുറച്ച് കൂടുതലാണല്ലേ?
ചുനക്കത്ത് ആക്ച്വലി ഒരു വലിയ ഗുണമുള്ള ക്യാരക്ടറാണ്. ഗുണമുള്ള ചുനക്കത്തുള്ളത് കൊണ്ടാണ് ചുനക്കത്തും പുളിയുള്ള മാവുകൾക്ക് പൊതുവിലെ കായ്ച്ചയുടെ ഉപദ്രവം കുറവായിരിക്കും. പിന്നെ അച്ചാറിടാനുള്ള മാങ്ങായ്ക്ക് ഇങ്ങനെ തൊട്ടാൽ ചുന തെറിക്കണം. അതിനാണ് ഷെൽഫ് ലൈഫ് അല്ലെ കീപ്പിംഗ് ക്വാളിറ്റി. പിന്നെ നമ്മുടെ മാമ്പഴശ്ശേരി പോലെയുള്ള ചന്ദ്രക്കാരൻ അതിനൊക്കെ ഇങ്ങനത്തെ മാങ്ങകൾ തന്നെ വേണം, ടിപ്പിക്കൽ ഫ്ലേവർ. അതെ 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 അതെ. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോ ഒരു ഹൈബ്രിഡ് വെറൈറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഈ മൽഗോവ പോലെ സ്ഥലം ഇപ്പൊ കാലാപ്പാടി പോലെയുള്ള അങ്ങനെ ഏതെങ്കിലും ക്വാളിറ്റി ഉള്ള വെക്കാൻ പറ്റിയ ഏതെങ്കിലും മാവുകളുണ്ടോ? നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അതും വളരെ കേരളത്തിലെ കാലാവസ്ഥയിലും വളരെ സ്പെസിഫിക് ആണ്. പ്ലേസ് ടു പ്ലേസ് തീരദേശം പോലത്തെ ലോ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിൽ ഇപ്പം വളരെയധികം ആളുകളുടെ ഫാർമേഴ്സ് സെലക്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു പെട്രീഷ്യ കല്ലുകെട്ടിയുടെ പുള്ളി അങ്ങനെ ഇറക്കിയ വെറൈറ്റി ഉണ്ട്. ഈ കല്ലുകെട്ടിയും ഒരു നല്ല മാങ്ങയാണ്. പിന്നെ അതുപോലെയുള്ള മൂവാണ്ടൻ ഒരു കുഴപ്പമില്ലാത്ത മാങ്ങയാണ് അത്യാവശ്യം. ഈവൻ കാലപ്പാടി നന്നായി കഴിക്കാറുണ്ട് കേരളത്തിൽ. ഒരു കൊമേഴ്ഷ്യൽ ഫാം ഒരിക്കലും നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് 1, 2, 3 ഒരു മാക്സിമം 1/2 ഏക്കർ ഫാമായി വെക്കുന്നവർ വല്ല റംബൂട്ടാനോ മാംഗോസ്റ്റീനൊക്കെ ചിന്തിക്കുന്നതാവും നല്ലത്. മംഗോസ്റ്റിനും വെള്ളം വളരെയധികം വേണം. ആറ്റുതിട്ട പോലത്തെ സ്ഥലങ്ങളിൽ മംഗോസ്റ്റിൻ നന്നായി വരുവുള്ളൂ. അപ്പൊ കേരളത്തിൽ നമ്മളൊരു കാർഷിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മാവ് ഒരിക്കലും കേരളത്തിന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു വിളയല്ല. മാങ്ങ, പഴമാങ്ങ. അച്ചാർ മാങ്ങയ്ക്ക് വലിയൊരു ഡിമാൻഡ് ഉണ്ട്. കാർഷിക അടിസ്ഥാനത്തിലല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ, വലിയ തോതിൽ കൊമേഴ്ഷ്യൽ ഏക്കർ കണക്കിന് നടണമെങ്കിൽ അത് ചന്ദ്രക്കാരൻ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ അച്ചാർ ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കുന്ന കണ്ണിമാങ്ങ അച്ചാർ പോലെയുള്ളതിന് ഉപയോഗിക്കാവുന്ന മാങ്ങകൾ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏർലി സീസൺ ഫ്രൂട്ട് ആവുന്ന അതാണ് നമ്മുടെ മൂവാണ്ടനും ഒക്കെ. നമ്മുടെ മൂവാണ്ടൻ ഈവൻ കുളമ്പ് നല്ല മാങ്ങയാണ്. അങ്ങനെയുള്ള കേരളത്തിലെ കാലാവസ്ഥയെ നന്നായി കഴിക്കുന്ന റെഗുലർ ബെയറേഴ്സ് ആയിട്ടുള്ള മാവുകളുണ്ട്. മരുന്നൊന്നും അടിക്കേണ്ട. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് എന്റെ അയൽപക്കത്ത് ഒരു കാലാപ്പാടിയോ അല്ലെങ്കിൽ സിന്ദൂരോ മൽഗോവയോ എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കുന്നുണ്ടെന്ന് കരുത്. എന്റെ തൊട്ട് അയൽപക്കത്ത് എനിക്ക് അതിൽ നിന്ന് സയൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ക്വാളിറ്റി വരാനുള്ള സാധ്യത കൂടുതലല്ലേ? സയൻ എടുത്തു കഴിഞ്ഞാൽ അതേ മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണം തന്നെ കിട്ടും. അതേ കാലാവസ്ഥയിൽ തന്നെയാണെങ്കിൽ അത് തന്നെയാണ് എപ്പോഴും ഏറ്റവും നല്ലത്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് എടുത്ത് എടുത്ത് ചെയ്യാം. നമ്മളിപ്പോ വയനാട് നിന്ന് കൊണ്ടുവരുന്നതിന് പകരം ആൾട്ടിറ്റ്യൂഡും മാറിപ്പോയി, മണ്ണ് മാറി, എല്ലാം മാറി. പക്ഷെ മൽഗോവ ഉദാഹരണമല്ല. കേരളത്തിലെ കാലാവസ്ഥയിൽ മൽഗോവായിട്ട് കായ്ക്കാറില്ല. വലിയ പൂക്കും പക്ഷെ കായ സെറ്റ് ചെയ്യാറില്ല. കായ സെറ്റ് പിന്നെ 2 വർഷം കൂടുമ്പോഴൊക്കെ കായ വളരെ റയർ പോരാ. നല്ലതാണ്. തമിഴ്നാട്ടിലൊക്കെ ഇതേ അവസ്ഥയാണോ? അതോ മൽഗോവയെ കുറിച്ച് എനിക്ക് കൂടിയായിട്ട് കേരളത്തിൽ മൽഗോവ പോരാ. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഈ കേരളത്തിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രോപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ റീജിയണൽ ആയിട്ടുള്ള കാർഷിക മേഖലയോ അല്ലെങ്കിൽ അവിടെയുള്ള സയന്റിസ്റ്റുകളോ അല്ലെങ്കിൽ ഓഫീസർമാരൊക്കെ ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കുമോ കാർഷിക അടിസ്ഥാനത്തിൽ ഒന്ന് വാണിജ്യ അടിസ്ഥാനത്തിൽ നന്നാവുക? കേരളത്തിൽ എപ്പോഴും ഇപ്പം കുട്ടനാടൻ മേഖലയിലാണ്. കുട്ടനാട്ടിലുള്ള ഒരു കൃഷിക്കാരനുണ്ട്, നമ്മുടെ നീലംപേരൂർ കൈനടി അടുത്ത് ജോയിച്ചേട്ടനാണ്. അദ്ദേഹം ഒരു 10-30 വെറൈറ്റി ലേബൽ ചെയ്ത് ഇങ്ങനെ പാടത്തിന്റെ ബണ്ടിൽ നട്ടിട്ടുണ്ട്. വളരെ കാണാനുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട് പല വെറൈറ്റികളും ആ പർട്ടിക്കുലർ കാലാവസ്ഥയ്ക്ക് വളരെ സൂട്ടബിൾ ആണ്. അതെ അതെ. അതുപോലെ നമ്മളുടെ അതാണ് ഞാൻ പറഞ്ഞ ഒളോർ എന്ന് പറയുന്ന വടകര ഏരിയയിൽ നല്ലതെന്ന് പറയുന്നത്. അതുപോലെ ഓരോ ഏരിയയ്ക്കും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മാങ്ങകൾ. പിന്നെ ഒരു വെറൈറ്റി തന്നെ നടുന്നതിന് പകരം ഒരു 8-10 വെറൈറ്റികൾ നടുന്ന അതൊരു ഇൻഷുറൻസ് ആയിരിക്കും. ഒരു വർഷത്തിൽ ഒരെണ്ണം കായ്ച്ചില്ലെങ്കിൽ വേറെ ഒരെണ്ണം കായ്ക്കാനുള്ള സാധ്യത. നമ്മുടെ സറൗണ്ടിങ്സിൽ കായ്ക്കുന്ന മാവുകൾ എടുക്കുന്നെങ്കിൽ അത് അത്ര ബുദ്ധി. അതെ, അതാണ് നമ്മൾ വേണ്ടത്. അതെ, ഒട്ടിച്ചു വളർത്തുമ്പോൾ നമുക്ക് ഡോർഫായിട്ട് വളർത്താൻ പറ്റും. പലരുടെയും പരാതി നാടൻ മാവുകൾ ഭയങ്കര ടോളായിട്ട് പോകുന്നു എന്നൊക്കെയുള്ളതാണ്. ഒട്ടിച്ചു വളർത്തുമ്പോൾ ഏത് മരവും വളരെ ചെറുതായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ ഈ ചാടിക്കേറി നോർത്ത് ഇന്ത്യൻ പേര് കേട്ട വെറൈറ്റികൾ ഒരിക്കലും ചെയ്യരുതെന്നാണ് ഞാൻ പറയുക. ഞാൻ എൻ്റെ തന്നെ അനുഭവം, ഞാൻ ദശര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാംഗോ റിസർച്ചിൽ നിന്ന് സബ് ട്രോപ്പിക്കൽ മാംഗോ ലക്നൌയിൽ നിന്ന് കൊണ്ടുവന്ന് ദശരി വെച്ചിപ്പം 12 വർഷമായി. 2-3 വർഷം മുമ്പ് കായ്ക്കാൻ തുടങ്ങി. ജൈജാന്റിക്കാണ്. എത്രയോ എന്നെക്കായാലും 10 ഇരട്ടി ഉയരത്തിൽ അത് പോയിരിക്കുന്നുണ്ട്. പഴുത്തു വരുമ്പം ആഗസ്റ്റ് ആവും. ഇവിടെ പടുമഴയാണ്. ഒരു വിധത്തിലും കേരളത്തിന് അത് അഡ്വൈസബിൾ അല്ല. ഞാനത് വെട്ടിയിട്ട് ടോപ്പ് വർക്ക് ചെയ്യാൻ. കൊറോണ വന്നപ്പോ കാണുന്ന ഒരു ട്രെൻഡാണല്ലോ ഈ ഡ്രം കൃഷി. ഈ മാവ് പോലെയുള്ള വൃക്ഷങ്ങൾ വൻ വൃക്ഷമാവുന്ന ഒരു മരങ്ങളാണല്ലോ മാവ്. നമ്മൾ അത്രയും 100 കൊല്ലം 150 കൊല്ലം ഒക്കെ
ഇതിനെയൊക്കെ ഡ്രമ്മിൽ പരിപാലിച്ച് വളർത്തുന്നത് ബുദ്ധിയാണോ സ്ഥലമുള്ളവർ? അല്ല, സ്ഥലമുള്ളവർ ഒരിക്കലും അത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ സ്ഥലമില്ലാത്തവരാണ് ടെറസിലും ഫ്ലാറ്റിലും ഒക്കെ താമസിക്കുന്നവരാണ് അത് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കാലം കഴിഞ്ഞാൽ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? അവര് വളരെ റെഗുലറായിട്ട് പ്രൂൺ ചെയ്താണ് വളർത്തുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ട്രക്കിലോട് നിറയെ മാങ്ങ ഒന്നും അതിനകത്ത് കിട്ടുകയില്ല. അവർക്ക് അതിനകത്ത് മാങ്ങയുടെ ഈൽഡിനേക്കാൾ കൂടുതൽ മാനസിക ഉല്ലാസം, മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ, പിന്നെ സമയം എൻഗേജ് ചെയ്യാനുള്ള ഇത്, നമുക്ക് ഒരു വലിയ ഈൽഡിനെ ഉദ്ദേശിച്ചല്ല അവർ. ഇത്തരം വൻവൃക്ഷങ്ങളുടെ റൂട്ടുകളും കൂടെ നമ്മൾ അത് മാനേജ് ചെയ്യേണ്ടി വരും. അത് എല്ലാ വർഷവും അവർ റെഗുലർലി അത് ഇത് ചെയ്യും, റീപോർട്ട് ചെയ്യും. ആ മണ്ണ് മാറ്റി വലിയ പോട്ടിൽ ചെയ്യുന്നവർ അതും കൂടെ ശ്രദ്ധിക്കണം. അതെ, അത് റീപോർട്ട് ചെയ്യും, പുതിയ മണ്ണ് മാറ്റിയിടണം. അതെ, എല്ലാം റെഗുലറായിട്ട് ബോൺസായി ചെയ്യുന്ന പോലെ തന്നെ അതൊരു തരം ബോൺസായി ആണ്. കുറച്ച് വലിയ ഉണങ്ങി പോകാനുള്ള സാധ്യതയും വേരും രണ്ടും പ്രൂൺ ചെയ്യണം. അതെ, അത് മണ്ണ് മാറ്റണം, പുതിയ വളവുള്ള മണ്ണ് റീപ്ലേസ് ചെയ്യണം. അതായത് ഒരു tedious എഫർട്ടാണ്. മറ്റേതുപോലെ ഒരെണ്ണം നട്ടു മറന്നു പോവുകയല്ല, നമ്മൾ കൃത്യമായി കുട്ടികളെ നോക്കുന്ന അവസാനം വരെ നോക്കണം. അതെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് അത്രമാത്രം താല്പര്യമുള്ളവർക്ക് ടെറസിൽ. ഈ വലിയ ഡ്രമ്മിലൊക്കെ ചെയ്യുമ്പോൾ 50-100 കിലോന്റെ ഡ്രമ്മൊക്കെ റിപ്പോർട്ട് ചെയ്യൽ ചലഞ്ചിങ് പാർട്ടാണ്. അപ്പൊ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോട്ടുകളിലൊക്കെ ചെയ്യുന്നതായിരിക്കും. അതെ, ഇത് നമ്മള് ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നു. പേരും നമ്മൾ കട്ട് ചെയ്യണം. അപ്പോ ആ ഒരു വലിയ ഡ്രമ്മിലേക്ക് ആസച്ച് മാറ്റുകയായിരിക്കുകയല്ല, മണ്ണ് എടുത്തു മാറ്റി പുതിയ മണ്ണ് അതിലേക്ക് ഫില്ല് ചെയ്യുക, മണ്ണും വളവൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ബുദ്ധി അല്ലേ? അപ്പൊ അതൊന്നും ഒരു കൊമേഴ്ഷ്യൽ ഈൽഡ് കിട്ടുന്ന ഒരു കൃഷിയല്ല. അപ്പൊ കഴിവതും സ്ഥലമുള്ളവര് വീട്ടുമുറ്റത്ത് 1-2 വെച്ചാലും അതായിരിക്കും. ഒരു മാവിൽ തന്നെ നമുക്ക് പല ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതും പറ്റും. ഒരു മാവിൽ തന്നെ നമ്മൾ അതിനെ ഒരു നെഞ്ചുയരത്തി വട്ടം മുറിച്ചിട്ട് 4 ബ്രാഞ്ചസ് നിർത്തി 4 ബ്രാഞ്ചിൽ 4 ഇനം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ പോലെ നാടൻ മാവുകളാണ് നല്ലത്, കേരളത്തിന് അഡാപ്റ്റബിൾ ആയിട്ടുള്ള മാവുകൾ. അപ്പൊ നമുക്ക് അപ്പോ ഇത് നമുക്ക് എങ്കിലും ഇനിയിപ്പോ ഈ ഗ്രാഫ്റ്റിംഗ് അറിയാത്തവരാണെങ്കിൽ തന്നെ ഒരു നല്ലൊരു വെറൈറ്റി നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കായ്ക്കുന്ന ഒന്നെങ്കിലും വെറൈറ്റി നിലത്ത് വെക്കുക. അതായിരിക്കും ബുദ്ധി അല്ലെ? ബാക്കിയുള്ളവര് പിന്നെ ടെറസിൽ അവിടെ ഇവിടെ വെച്ചാൽ സമ്മതമായിട്ട് മാമ്പഴങ്ങളോ അല്ലെങ്കിൽ പഴങ്ങളോ കഴിക്കണേ നിലത്ത് തന്നെ വെക്കണം അല്ലെ? നിലത്ത് വെക്കണം. മറ്റേത് നമ്മൾ അതെ, മറ്റേത് ഒരു ആഗ്രഹം തീർക്കലും കോംപ്രമൈസ് ആണ്. അതെ, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം നഴ്സറിക്കാരുടെ ഒരു വീഡിയോസ് കാരണമുള്ള ആളുകൾ ഇങ്ങനെ മാവുങ്ങ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മാനസിക ഉല്ലാസമാണ് നമുക്ക് അപ്രീസിയേഷൻ, മറ്റുള്ളവര് നമ്മളെ. അതെ. അതുപോലെ സാറുടെ നമ്മുടെ ഈ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും എല്ലാവരും പഠിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? അത് നിർബന്ധമാണോ? സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ അത് നിർബന്ധമുള്ള കാര്യമാണോ? അതോ അത് പഠിക്കുകയാണ് നല്ലതാണ്. ഒരെണ്ണം നമ്മൾ കണ്ടു, നല്ലൊരു ചെടി കണ്ടു, അപ്പൊ നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും, പറ്റും. അതിന്റെ സീസൺ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, വളരെ എളുപ്പമുള്ള നാക്കാണ്. അതെ, ഒരു പ്രത്യേക സ്കില്ലാണ്. സ്കില്ലുള്ളവർക്ക് വിദ്യാഭ്യാസം ഒന്നും ആവശ്യമില്ല. ആർക്കും പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. സീസൺ പ്രധാനമാണ്. നിർത്തുന്ന സീസൺ, ഒട്ടിക്കുന്ന സീസൺ പ്രധാനമാണ്. അപ്പോൾ വളരെ കൂടുതൽ ഇൻഫർമേഷൻ ഇന്ന് സാറുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു സാർ. താങ്ക് യു.